നമസ്തേ. മുഹൂർത്തം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയുന്നത് വ്യാഴത്തിന്റെ മാറ്റത്തെ കുറിച്ചാണ്. അപ്പൊ വ്യാഴത്തിനും ഈ ഒരു വർഷം 2026 ജൂൺ മാസം 2-ാം തീയതിയും അതായത് ഇടവ മാസം 18-ാം തീയതിയും ആണ് നമുക്കിത് മാറുന്നത്. അപ്പോൾ ആ ഒരു മാറ്റം വർഷത്തിലൊരിക്കലാണ് വ്യാഴത്തിന് മാറ്റം വരിക. കഴിഞ്ഞൊരു വർഷം 2-3 പ്രാവശ്യം അതിചാരമായിട്ട് മാറിയിരുന്നു. അത് ചില വർഷങ്ങളിൽ അങ്ങനെ ഉണ്ടായിരിക്കും. അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് കുംഭക്കൂറുകാർക്ക് എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പൊ കുംഭത്തിലെ കൂറുകാരൻ അനുസരിച്ച് 5-ലായിരുന്നു വ്യാഴം നിന്നിരുന്നത്. അപ്പൊ 5-ാം ഭാവത്തിൽ നിന്ന് 6-ാം ഭാവത്തിലേക്കാണ് വ്യാഴത്തിന്റെ മാറ്റം വരുന്നത്. അപ്പൊ 6-ലേക്ക് വ്യാഴം വരുമ്പോൾ നമുക്ക് ഇത്തിരി ദോഷങ്ങളുടെ ഒരു കാലഘട്ടമാണ്. ദോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ഇപ്പൊ 5-ൽ നിൽക്കുമ്പോൾ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് നടന്നിരുന്നു. എന്ത് കാര്യത്തിന് പോകുമ്പോഴും പെട്ടെന്ന് ഭഗവാനെ വിളിച്ച് നമ്മൾ മുന്നോട്ട് ഇറങ്ങി എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കുന്ന ഒരു സമയമായിരുന്നു. പക്ഷെ 6-ലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നമ്മൾ ഒരു പ്രാവശ്യം പോകേണ്ടോടത്ത് 2 പ്രാവശ്യമൊക്കെ പോകേണ്ടി വരും. അപ്പൊ ആ കുംഭത്തിൽ നിൽക്കുന്ന കൂറുകാരെ അവിട്ടത്തിന്റെ അരഭാഗവും ചതയവും പൂരോരുട്ടാതിയുടെ 3 പാദവും അവിടെയാണ് നിൽക്കുന്നത്, കുംഭത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ ഈ നക്ഷത്രക്കാർക്ക് 2-ല് ശനീശ്വരനാണ്. 2-ല് ശനി 7-ര ശനിയുടെ ഒരു കാലഘട്ടമാണ്. അപ്പൊ 2-ല് ശനി കഴിയാൻ നിൽക്കുകയാണ്. അപ്പൊ 2-ല് ശനി നിൽക്കുകയും 5-ാം ഭാവത്തിൽ വ്യാഴം നിന്നിരുന്ന സമയം നല്ലതും. പക്ഷെ ഈ ഒരു പ്രാവശ്യം 6-ലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണത്. കർക്കിടകത്തിലാണെങ്കിലും നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഇപ്പൊ പോകുന്ന പോലെ തന്നെ ഒന്നും കൂടി നന്നായിട്ട് എന്തൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും വിഷ്ണു ക്ഷേത്രത്തിൽ പോവാ, വിഷ്ണുവിന് പറ്റത്തക്ക വഴിപാടുകളൊക്കെ ചെയ്ത് ഇറങ്ങാം. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വ്യാഴം മാറുമ്പോ 2-ല് ശനി നിൽക്കുകയാണ്. നമുക്ക് നിധി, കോശം, ധനം, വാക്കാണ് 2. ആ 2-ാം ഭാവാധിപനാണ് 6-ൽ പോയി നിൽക്കുന്നത്. അപ്പൊ കാശിന്റെ ഇടപാടുകൾ, അതായത് ഭൂമി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളൊരു ലോൺ എടുക്കാനോ അല്ലെങ്കിൽ എന്തിനെങ്കിലും വേണ്ടി ഒരു ജാമ്യത്തിന് ഒപ്പിടാനോ എന്തെങ്കിലും നമ്മൾ പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. എന്നുവെച്ചാൽ 2-ലെ ശനീശ്വരൻ ആ വ്യാഴത്തിന്റെ അനുസരിച്ച് ചിലപ്പോൾ നഷ്ടങ്ങളെ നമുക്ക് ഉണ്ടാക്കും. അപ്പൊ ആ നഷ്ടങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവാം. നമുക്കറിയാം അപ്പൊ നമുക്ക് 6-ലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് എന്ന്. പിന്നെ അതേപോലെ രോഗങ്ങൾ വരാം. ഈ 6-ൽ നിൽക്കുന്ന വ്യാഴം ചിലപ്പോൾ കുറെ എമൗണ്ട്, ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് നമുക്ക് ഇപ്പൊ തരും, ദേ വരുന്നു എന്നൊക്കെ പറഞ്ഞു നിൽക്കും. പക്ഷെ കയ്യിൽ കിട്ടാനാണ് ബുദ്ധിമുട്ട്. അപ്പൊ അങ്ങനെ പറയില്ലോ ഓരോരുത്തര്, എവിടുന്നോ ഫണ്ട് വരുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്നത് കിട്ടും, എനിക്കിപ്പോ ഇത്രയും വലിയൊരു ലോൺ പാസ്സാവുന്നുണ്ട്, ഇത്രയും വലിയൊരു ലോണാണ് എന്നൊക്കെ പറഞ്ഞാലും അത് ഡിലേ ആവാനാണ് സാധ്യത. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് അത് വരുന്ന ഇപ്പൊ ലോൺ കിട്ടുമെന്ന് വിചാരിച്ച് നമ്മൾ ഇങ്ങനെ ശ്രദ്ധയോടുകൂടി ഇരിക്കാതെ നമ്മുടെ കർമ്മത്തെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം. ലോൺ കിട്ടുമ്പോൾ കിട്ടട്ടെ, പക്ഷെ അല്ലെങ്കിൽ നമുക്ക് ഒരാൾ തരാമെന്ന് പറഞ്ഞ സംഭവം തരുമ്പോൾ തരട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ മുന്നോട്ട് നമ്മുടെ കർമ്മവുമായി മുന്നോട്ട് പോവാം. അപ്പൊ അങ്ങനെ ആവുമ്പോഴാണ് ഈ കുംഭത്തിലിരിക്കുന്ന ഈ കൂറുകാർക്കുള്ള മാറ്റങ്ങൾ നമുക്ക് അവിടെ വരിക. എന്ന് വെച്ചാൽ 2-ലെ ശനി നമുക്ക് കർമ്മത്തെ ചെയ്യിക്കണം. ശനീശ്വരൻ എപ്പോഴും കർമ്മം ചെയ്താൽ മാത്രമാണ് നമുക്ക് സമ്പാദ്യഭാവത്തെ നല്ലതായിട്ട് തരിക. അതും ശനി 7-ര ശനിയുടെ കാലഘട്ടത്തിൽ ശനി 7-ൽ നിന്ന്, അതായത് 3 ഘട്ടങ്ങൾ കഴിഞ്ഞ് 12-ല് ലഗ്നത്തില് 2-ല് ആ ഘട്ടങ്ങൾ കഴിഞ്ഞ് പോകുമ്പോൾ ശനീശ്വരൻ നല്ലതാണ് നമുക്ക് തരിക. അപ്പൊ നമ്മൾ എപ്പോഴും കർമ്മത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം. വ്യാഴം നമുക്ക് തരുന്നതും വ്യാഴം തരാതിരിക്കുന്നതും ഇപ്പൊ തരാമെന്ന് വിചാരിക്കുന്നതൊക്കെ അവിടെ നിന്നോട്ടെ. പക്ഷെ കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിച്ചാൽ നല്ലൊരു മാറ്റമാണ് നമുക്ക് വരുന്നത്. അതുപോലെ ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിലും നല്ലൊരു അങ്ങനെ ഒരു ടെസ്റ്റ് എഴുതി അവര് നിൽക്കുമ്പോ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാണ്ട്, നമ്മൾ പറയില്ലേ എന്താ പറയാ, ഒരാൾക്ക് കൈക്കൂലി കൊടുത്ത് അങ്ങനെയൊന്നും ചെയ്യണ്ട. കൈക്കൂലി കൊടുത്ത്, അല്ലെങ്കിൽ കൈക്കൂലി എന്നല്ല പറയാ, നമ്മൾ പറയില്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്താ ഇന്ന് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് അങ്ങനെയൊന്നും ചെയ്യിക്കേണ്ട സമയമല്ല ഇപ്പോ. അങ്ങനെയൊന്നും ചെയ്താൽ നമുക്ക് ഇരട്ടി ദോഷങ്ങളാണ് വരിക. അപ്പൊ നമ്മൾ നേർവഴിക്ക് പോവാം. ഭഗവാനെ നന്നായിട്ട് വിചാരിക്കുക, നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക. അതിലൂടെ നഷ്ടം വരുന്നതോ അതും നല്ലതിനായി തീരും. അതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരാളെ കൊണ്ട് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു, അയാൾക്ക് ഇത്തിരി പൈസ കൊടുത്തു അന്ന് ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അനർത്ഥമായിട്ടാണ് ഈ ഒരു വർഷം വരിക. അപ്പൊ അത് വളരെ സൂക്ഷിക്കുക. അപ്പൊ അത് ഓരോരോ സമയങ്ങളിൽ എന്ന് വെച്ചാൽ ശനി മാറും. ഈ ഒരു വർഷം മുഴുവൻ ശനീശ്വരൻ 2-ലുണ്ട്.
അടുത്ത വർഷത്തേക്ക് അത് മാറുള്ളൂ. അപ്പൊ ശനിക്കിപ്പോഴും ധർമ്മം അനുഷ്ഠാനങ്ങളോട് കൂടി ജീവിക്കുന്ന ഒരാളാണ് ശനി. നല്ലതാണെങ്കിൽ ഏറ്റവും നല്ലതായിട്ട് നമുക്ക് ഏറ്റവും നല്ല ഗുണങ്ങൾ തരുന്ന ഈശ്വരനാണ് ശനീശ്വരൻ. അപ്പൊ വ്യാഴത്തിന്റെ മാറ്റം കൊണ്ട് ഈ കുംഭക്കൂറുകാർ ചെയ്യേണ്ട ഒരു ഏറ്റവും വലിയ കാര്യമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അതേപോലെ രോഗാവസ്ഥകൾ, ജലരാശിയിലാണല്ലോ, കർക്കിടക രാശിയിലാണ് വ്യാഴം വരുന്നത്, 6-ലും കൂടിയായി. അപ്പൊ നമുക്ക് രോഗങ്ങൾ ഉണ്ടാവാം. നീരായിരിക്കാം, നീർവണ്ണങ്ങള്, വണ്ണൊക്കെ കൂടും, ശ്വാസ തടസ്സങ്ങള്, അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പൊ അതൊക്കെ വൈദ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണം. ഇപ്പൊ രോഗത്തെ വരുമ്പോ രോഗത്തെ കൊണ്ട് തന്നെ ചികിത്സിച്ച് മറ്റുള്ള കാര്യങ്ങൾ ആ വഴിയിലേക്ക് പോവാണ് ഈ 6-ലെ വ്യാഴം വരുമ്പോൾ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശ്വരപരമായിട്ട്, ഈശ്വരന് അഭിമുഖമായിട്ട് നമ്മൾ ജീവിക്കും വേണം. അപ്പോൾ ഈ ദേവീക്ഷേത്രത്തിൽ പോവാം, ദേവീക്ഷേത്രത്തിൽ പോയിട്ട് നമുക്ക് പറ്റത്തക്ക വഴിപാട് ചെയ്യാം. ശനീശ്വരനെ നമുക്ക് കൂവളമാല കൊണ്ട് അർച്ചന ചെയ്യാം, ധാര കൊടുക്കുക. അപ്പൊ ഈ നീർക്കെട്ട് ദോഷങ്ങൾക്കൊക്കെ നല്ലതാണത്. അപ്പൊ അതിന് ധാരയൊക്കെ കൊടുക്കുക. അതുപോലെ കറുത്ത വസ്ത്രത്തില് എള്ള്, കറുത്ത എള്ളല്ല, ഉഴുന്ന്, കറുത്ത ഉഴുന്ന്, തൊലി കളയാത്ത ഉഴുന്നാണ് കറുത്ത ഉഴുന്ന്, അത് ദാനം ചെയ്യാം. ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുക്കുക, അതാണ് ദാനം ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ മാറ്റം വരും. അപ്പൊ അതില് നല്ലപോലെ നന്നായി പ്രാർത്ഥിച്ച് ഉയർന്നമായ ഉദ്യോഗസ്ഥന്മാരായാലും താഴ്ന്നവരായാലും ഒക്കെ വേറൊരു ഇടപാടുകളിലൊന്നും നമ്മൾ പോവാതെ ഈ ഒരു വർഷം വളരെ ശ്രദ്ധിക്കണം. 2-ല് ശനിയാണ്, ആ ശനി പോവാണ്. അതേപോലെ വ്യാഴം 6-ലേക്ക് വന്നു. അപ്പൊ ഇത്രയും നാള് പോയിരുന്ന പോലെയല്ല, കുറച്ച് മാറ്റങ്ങളുണ്ട്. അപ്പൊ നന്നായിട്ട് തന്നെ ഭഗവാനെ വിളിച്ച് മുന്നോട്ട് പോവാണെങ്കിൽ ഈ വർഷം നല്ല ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശനി 2-ലാണ്, 7-ര ശനി കഴിഞ്ഞു പോകുമ്പോൾ എപ്പോഴും ശനി നല്ല ഗുണങ്ങളാണ് നമുക്ക് തരിക. അത് നമ്മുടെ കർമ്മത്തിലൂടെ മാത്രമേ തരുള്ളൂ. അപ്പൊ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും രാത്രിയായാലും നേരം വെളുപ്പിന് ചെയ്യേണ്ട കാര്യങ്ങളായാലും ഒക്കെ കൃത്യനിഷ്ഠമായിട്ട് ചെയ്യുമ്പോൾ ശനി നമുക്ക് ഏറ്റവും നല്ലതാണ് തരിക. ശനിയാണ് നിങ്ങൾക്ക് ഇവിടെ ഫലം തരുന്നത്, വ്യാഴമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ശനിയെ നന്നായിട്ട് പ്രാർത്ഥിച്ച്, വ്യാഴത്തിനെയും പ്രാർത്ഥിച്ച്, സർവ്വ ഈശ്വര കാരകത്വം വ്യാഴത്തിനാണ്, അതുകൊണ്ട് വ്യാഴത്തെയും നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു വർഷം നല്ല ഫലങ്ങൾ തന്നെയാണ് നമുക്ക് ഈ കുംഭക്കൂറുകാർക്ക് വരാനിരിക്കുന്നത്.